വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ ആളെ കൊന്ന കടുവ ഇന്നലെ ചത്തെങ്കിലും വനം വകുപ്പ് തിരച്ചിൽ നടപടികൾ തുടരുകയാണ്. പ്രദേശത്ത് വേറെ കടുവകളൊന്നുമില്ല എന്ന് ഉറപ്പിക്കാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ആശങ്ക അകറ്റാനും വേണ്ടിയാണ് തെരച്ചിൽ തുടരുന്നത്. തിരച്ചിൽ വിലയിരുത്താൻ മന്ത്രിതല യോഗം ചേരുകയും ചെയ്യും. വന്യജീവി ഭീഷണിയുള്ള മറ്റിടങ്ങളിലേക്കും തിരച്ചിൽ വ്യാപിപ്പിക്കാൻ ആലോചനയുണ്ട്. ടി അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ, നരഭോജിക്കടുവ ചത്തെങ്കിലും മറ്റിടങ്ങളിലൊക്കെ വന്യജീവി ആക്രമണം തുടരുന്നുണ്ട്. ചിലയിടങ്ങളിൽ പുലിയിറങ്ങിയതായും കാട്ടുപോത്തിറങ്ങിയതായും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി കൂടുതൽ ഇടങ്ങളിലേക്ക് തിരച്ചിൽ നടത്താനാണോ ആലോചന? തീർച്ചയായും. ഇപ്പോൾ പ്രധാനമായും ഈ ഒരു തെരച്ചിൽ രണ്ടാം ഘട്ട തെരച്ചിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഈ മേഖലയിൽ, അതായത് പഞ്ചാരക്കൊല്ലി, പീലാക്കാവ് മേഖലകളിൽ ജനങ്ങൾക്ക് കടുവ ചത്തുവെങ്കിൽ പോലും വേറെ കടുവകൾ ഉണ്ടോ എന്നൊരു ഭീതി അവർക്കുണ്ടായിരുന്നു. അത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് തെരച്ചിൽ ആരംഭിക്കുന്നത്. 3 ദിവസം അത്തരം കടുവകളില്ല എന്നത് ഉറപ്പിക്കുക, അതുപോലെ തന്നെ ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം നൽകുക എന്നതൊക്കെ ഇതിന്റെ ഭാഗമായി ഉദ്ദേശിക്കപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ ജില്ലയിൽ ഇത് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സംശയം ഉന്നയിക്കുന്ന പ്രദേശങ്ങളിൽ കൂടി ഈ തിരച്ചിൽ വ്യാപിപ്പിക്കണം എന്ന് ഇപ്പോൾ വനംവകുപ്പ് ആലോചിക്കുന്നുണ്ട്, സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഓരോ ദിവസത്തെയും ഇപ്പോൾ തുടർച്ചയായ 3 ദിവസങ്ങളിലാണ് മേഖലയിൽ തെരച്ചിൽ പറഞ്ഞിട്ടുള്ളത്. ഈ കടുവ ചത്തതിനു ശേഷം തന്നെ ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസങ്ങളിലാണ് തെരച്ചിൽ. ഇത് ഓരോ ദിവസത്തെയും തിരച്ചിൽ വിലയിരുത്താൻ വേണ്ടി ഉന്നതതല യോഗം ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് വനംവകുപ്പ് മന്ത്രിയാണ് ഈ ഒരു തെരച്ചിലിന് ആഹ്വാനം നൽകി യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ മന്ത്രി 3 ദിവസത്തെ ഈ തെരച്ചിലിനാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. അതേസമയം അത് കൂട്ടണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്ക് നീങ്ങേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വനംവകുപ്പിന്റെ ഉന്നതാധികാരികളോടെല്ലാം യോഗത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് വന്യമൃഗശല്യം എങ്ങനെ വേണമെന്നത് തീരുമാനിക്കാനായി മന്ത്രിതല യോഗം ചേരുന്നുണ്ട്. വന്യജീവികളുടെ സാന്നിധ്യമുള്ള കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കാനും ആലോചനയോടെ ടി അനീസ് അലിയാണ് വിവരങ്ങൾ നൽകിയത്.